ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനത് കുറച്ച് കംഫർട്ട് എടുത്തിട്ടുണ്ട്. നല്ല മണമായിരിക്കും, അപ്പോൾ കുറച്ച് മതി, അധികം ആവശ്യമില്ല. അപ്പോൾ അതേ ഇതൊന്ന് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ടേ. കണ്ടോ, ഇതിന് ശരിക്കും 1-2 ഡ്രോപ്പുകൾ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സോഡാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, സോഡാപ്പൊടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസറ്റൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആവും. നമുക്ക് ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലോറൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ല സിങ്കൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നില്ല, വാഷ് ബേസിൻ ക്ലീൻ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് 1 സ്പൂണോളം ഞാൻ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി പ്രാണിശല്യമോ എന്തെങ്കിലുമൊക്കെ ശല്യം ഉണ്ടെങ്കിൽ സ്മെല്ലൊക്കെ പോകാനായിട്ട് 1-2 ഡ്രോപ്സ് പുൽത്തൈലമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇതാക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വൃത്തികെട്ട സ്മെല്ല്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് പോയി കിട്ടും കേട്ടോ. പിന്നെ ഒരു തുള്ളി നമ്മുടെ പുൽത്തൈലം വെച്ചിട്ട്, പുൽത്തൈലൊക്കെ 1 ഡ്രോപ്സ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഫ്ലേവർ മണമായിരിക്കും അതിന്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം കേട്ടോ. കാരണം ഇത് കണ്ടോ, ഇതിൽ ഇതൊക്കെ നിൽക്കുന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് കുലുക്കിയെടുക്കാം. ഇപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ സോഡാപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അത് ക്ലീൻ ആവും. പിന്നെ അതുപോലെ തന്നെ പുൽത്തൈലം ഓക്കെ, നല്ല നല്ല വാസനയാണ് കേട്ടോ. അതിന് നല്ല അസൽ വാസനയാണ്. അപ്പം നമുക്കിത് ബാത്റൂമിലൊന്ന് ഒഴിക്കാം. അപ്പോൾ അതേ ഞാൻ ക്ലോസറ്റിലേക്ക് ഒഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരു ഇത്തിരി അങ്ങ് ഒഴിച്ചാൽ മതി. നല്ല വാസന ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല ക്ലീനും ആവും. കണ്ടോ, ഇത്രയൊക്കെ ഒഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് എവിടെയെങ്കിലുമൊക്കെ വാഷ് ബേസിലാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഫ്ലഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിലും കണ്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നല്ല ക്ലീൻ ആവും. ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല നമ്മൾ ക്ലോസറ്റിലൊക്കെ ഒഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണേ. താങ്ക് യു.